Hi guys, JMean 2025 Phase 1 January 23 Shift 2 question number 22. So if alpha beta be the roots of the equation x square minus x minus b is equal to 0, with the imaginary part of alpha is less than imaginary part of beta, let Pn is equal to alpha raised to n minus beta raised to n if this one and this one. Okay, then what is modulus of alpha raised to 4 plus beta raised to 4 is equal to. Okay, see guys, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്? ഈ ചാപ്റ്റർ കാണുന്ന സമയത്ത് നമ്മൾ കോംപ്ലക്സ് നമ്പറിലെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഇതല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ LMRPയിലെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ന്യൂട്ടൺ തിയറം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. റെഡി? അപ്പം ആദ്യം തന്നെ എന്താണ് ന്യൂട്ടൺ തിയറം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ആൽഫയും അതേപോലെ ബീറ്റയാണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു ക്വാണ്ടിറ്റി എഴുതാണ് Pn അല്ലെ. Pn എന്ന് പറയുമ്പോൾ K1 ആൽഫ റൈസ് ടു n പ്ലസ് ഓർ മൈനസ് K2 ബീറ്റ റൈസ് ടു n എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് A ഇൻറ്റു എന്താണ് Pn പ്ലസ് 2 അല്ലേ, എന്ത് പ്ലസ് ബി ഇൻറ്റു Pn പ്ലസ് 1 പ്ലസ് സി ഇൻറ്റു Pn ഈസ് ഈക്വൽ ടു നമുക്ക് 0 എന്ന് എഴുതാം. സി ഇങ്ങനെ പറഞ്ഞെങ്കിൽ മനസ്സിലാവില്ല. അതായത് ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു Pn പ്ലസ് 2 അല്ലേ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ Pn പ്ലസ് 2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് Pn പ്ലസ് 1 വെച്ച് റീപ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ സീൻ്റെ കൂടെ Pn കൊടുക്കുക. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ A ഇൻറ്റു വാട്ട് ഇസ് ആട്ടാ P ഞാനിവിടെ എന്താണ് P12 ആണ് കൊടുക്കുന്നത് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും P11 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് P10 എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഇവിടെ 8 ആണ് കൊടുക്കുന്നത് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് P7 ഇവിടെ വരും. അതേപോലെ തന്നെ എന്താണ് P6 ഇവിടെ വരും. ഓക്കെ, അപ്പോൾ എന്താ P8 എന്നൊക്കെ പറഞ്ഞു? P8 എന്ന് പറയുമ്പോൾ എന്താ K1 what is that alpha raised to 8 പ്ലസ് ഓർ മൈനസ് K2 ബീറ്റ റൈസ് ടു 8. ഓക്കെ, അങ്ങനെയാണ് സംഭവം. റെഡി അല്ല? അതാണ് ന്യൂട്ടൺ തിയറം പറയുന്നത്. റെഡി? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം വരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഈ Pn എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു n മൈനസ് ബീറ്റ റൈസ് ടു n ആണ്. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ K1 എന്ന് പറയുമ്പോൾ 1 ആണ്, K2 എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പോൾ എനിവേ ഇതാണ് സംഭവം. ഓക്കെ, ആൻഡ് ആൾസോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് AX മൈനസ് ബി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ മൈനസ് AX മൈനസ് ബി ആണ്. സോ ഇവിടെ Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ റൈസ് ടു n മൈനസ് എന്താണ് ബീറ്റ റൈസ് ടു n ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് P3 തന്നിട്ടുണ്ട്, P4 തന്നിട്ടുണ്ട്, P5 തന്നിട്ടുണ്ട് ആൻഡ് P6 ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ അൺനോൺ ആയിട്ട് എയും ബിയും ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു തവണ ന്യൂട്ടൺ തിയറം അപ്ലൈ ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഇത് എന്ന് പറയുന്നത് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് AX മൈനസ് ബി ഈസ് ഈക്വൽ ടു 0. ഇതല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? അപ്പോൾ അതിന് എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു AX പ്ലസ് ബി എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് P5 റീപ്ലേസ് ചെയ്യാണ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആരെ റീപ്ലേസ് ചെയ്യണം? P4 റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ബി ഇൻറ്റു എന്ത് കൊടുക്കണം? P3 വെച്ച് കൊടുക്കണം. ശരിയല്ലേ? സോ ഈ P5 എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു റൂട്ട് 7i ആണ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു P4 എന്ന് പറഞ്ഞാൽ -3 റൂട്ട് 7i ആണ് പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബി ഇൻറ്റു P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് -5 റൂട്ട് 7i എന്ന് വരും. ഓക്കെ മക്കളെ, ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ റൂട്ട് 7i എന്ന് പറഞ്ഞ ചങ്ങാതിയെ നമുക്ക് ക്യാൻസൽ ആക്കിയിട്ട് കളയാൻ വിടാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി ഇവിടെ ബാക്കിയായിരിക്കുന്നത് എന്താണ്? 11 ഈസ് ഈക്വൽ ടു -3ai. ഓക്കെ അല്ലേ? ആൻഡ് ആൾസോ ഐ ക്യാൻസൽ ആയിട്ട് പോയല്ലോ അല്ലേ? ഓക്കെ, -3a ഓക്കെ -5b എന്ന് വരും. അതായത് 3a പ്ലസ് 5b ഈസ് ഈക്വൽ ടു നമുക്ക് -11 എന്ന് വരും. ഓക്കെ, 3a പ്ലസ് 5b ഈസ് ഈക്വൽ ടു -11 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ ഒരു ഇക്വേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്തിട്ട് എയും ബിയും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് AX പ്ലസ് ബി അല്ലേ? അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ എന്തിനെ വെച്ച് കളിക്കുകയാണ് മക്കളെ? P6 വെച്ച് കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ P6 ഈസ് ഈക്വൽ ടു A ഇൻറ്റു P5 പ്ലസ് ബി ഇൻറ്റു എന്താണ് P4. ഓക്കെ മക്കളെ, P6 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 റൂട്ട് 7i ആണ് അല്ലേ? 45 റൂട്ട് 7i ആണ്. A ഇൻറ്റു P5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 റൂട്ട് 7i ആണ്. ഓക്കെ, ഓക്കെ പ്ലസ് ബി ഇൻറ്റു P4 എന്ന് പറഞ്ഞാൽ -3 ബി ഇൻറ്റു
മൈനസ് 3 ഇൻ എന്താ റൂട്ട് 7i ആണ്. ഓക്കെ, ദെൻ ഇനി അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ റൂട്ട് 7i എന്തായിട്ട് പോയി, ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 45 അല്ലേ ഈസ് ഈക്വൽ ടു 11a മൈനസ് 3b എന്ന് വരും. ഓക്കെ, സോ ഇത് നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി, അഥവാ 11a മൈനസ് 3b ഈസ് ഈക്വൽ ടു 45 എന്നുള്ള അടുത്ത ഒരു ഇക്വേഷൻ നമുക്ക് എന്താക്കി ഇവിടെ കിട്ടിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷൻസ് കൂടി നമുക്ക് എന്താക്കാം, സോൾവ് ചെയ്യാം. അഥവാ 3a പ്ലസ് 5b ഈസ് ഈക്വൽ ടു മൈനസ് 11. ഓക്കെ, നോക്കണേ, 3a പ്ലസ് 5b ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് 11 അല്ലേ. പിന്നെ എന്താണ് 11a മൈനസ് 3b ഈസ് ഈക്വൽ ടു 45. 11a മൈനസ് 3b ഈസ് ഈക്വൽ ടു എന്താണ്, 45 അല്ലേ. ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് നമുക്ക് എയും ബിയും കിട്ടുമല്ലോ. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താവും, കംപ്ലീറ്റ് ആവും. വൺസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവരെ എന്താക്കണം, ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ 33a അല്ലേ പ്ലസ് എന്താണ് ഇവിടെ 15b മൈനസ് എന്താണ് 33 എന്ന് വരും. ഓക്കെ അല്ല, അവിടെ 3 കൊണ്ടല്ല, ക്ഷമിക്കണം, ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ 11 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 11 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് വരണം മക്കളെ, 33a അല്ലേ പ്ലസ് 55b അല്ലേ ഈസ് ഈക്വൽ ടു മൈനസ് 121. ഇവൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, യെസ് വാട്ട് ഈസ് 33a മൈനസ് 9b ഈസ് ഈക്വൽ ടു 135. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ എന്താ കിട്ടണം മക്കളെ, യെസ് വാട്ട് ഇസ് ദാറ്റ്, ഇവിടെ 55 അല്ല, ഇതെന്താണ് 64b എന്നെങ്കിലും, ഇതാണെങ്കിൽ 135, ഇത് 256 എന്ന് കിട്ടും മൈനസ്. ഓക്കെ, അപ്പോൾ ബി ഈസ് ഈക്വൽ ടു നമുക്ക് -4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി നമ്മൾ എ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബി നമുക്ക് മതി. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്, യെസ് മോഡുലസ് ഓഫ് ആൽഫ റൈസ് 4 പ്ലസ് ബീറ്റ റൈസ് 4 അല്ലേ. എടാ മക്കളെ, ആൽഫ റൈസ് 4 പ്ലസ് ബീറ്റ റൈസ് 4 ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ആൽഫ റൈസ് 4 മൈനസ് ബീറ്റ റൈസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ആൽഫ റൈസ് 4 ബീറ്റ റൈസ് 4 എന്ന് എഴുതി കൂടെ. ഏതുപോലെ, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് 4ab അല്ലേ, അതേപോലെ നമുക്ക് എന്താക്കാം, അതിനെ മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ എന്തിനാണ് സാർ അങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത്, അതായത് ഇവിടെ നമുക്ക് ആൽഫ റൈസ് 4 മൈനസ് ബീറ്റ റൈസ് 4 നമുക്ക് അറിയാം അല്ലേ. അതെങ്ങനെയാണ് സാർ അറിയാം, അതായത് P4 നമുക്കറിയാം എന്താണ്, -√37i ആണ്. ഓക്കെ, നമുക്കറിയാം Pn എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് n മൈനസ് ബീറ്റ റൈസ് n അല്ലേ. സോ P4 എന്ന് പറയുമ്പോൾ ആൽഫ റൈസ് 4 മൈനസ് ബീറ്റ റൈസ് 4 അതെന്താണ്, -3√7i ആണ്. ഓക്കെ അല്ലേ മക്കളെ, റെഡി അല്ലേ? യെസ്. ഓക്കെ, ഇനി നമ്മൾ അതാണ് ഇട്ട് കൊടുത്താൽ മതി. ആൽഫ റൈസ് 4 ബീറ്റ റൈസ് 4 പകരം നമ്മൾ -3√7i ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് -3√7i ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് 4 ഇൻറ്റു ആൽഫ റൈസ് 4 ബീറ്റ റൈസ് 4. മക്കളെ അതെന്താ സാധനം പറഞ്ഞിട്ട്, നമുക്കറിയാം ഇതിൻ്റെ റൂട്ട് ആൽഫയും ബീറ്റയും ആണെങ്കിൽ നമുക്കറിയാം ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b/1 ആണ്, അതായത് -b ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ നമുക്ക് -4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ -b എന്ന് പറയുമ്പോൾ എന്താണ്, +4 ആണ്. അപ്പോൾ ഇവിടെ 4 എന്ത് വരും പറഞ്ഞുകൊണ്ട് 4 എന്ന് വരും. ഓക്കെ, സിൻസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, -b. ഓക്കെ, അഥവാ ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ -4 അഥവാ +4 എന്ന് വന്നു. മനസ്സിലായില്ല, അതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മറ്റവൻ കണ്ടുപിടിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ -3 ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം എന്താണ് 9 ആണ്. √7 ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം 7 ആണ്. i സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് -1. ഓക്കെ, പ്ലസ് 4 ഇൻറ്റു 4/4 നമുക്കറിയാം എന്താണ് 256 ആണ്. ഓക്കെ, സോ ഇവിടെ 4 ഇൻറ്റു 256 എന്ന് പറയുമ്പോൾ 1024 മൈനസ്. ഓക്കെ, ഇതെത്രയാ, 9 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 63. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 961 കിട്ടും. അപ്പോൾ ഇതാണ് മോഡുലസ് ഓഫ് ആൽഫ റൈസ് പ്ലസ് ബീറ്റ ഫോർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ബട്ട് മോഡുലസ് ഓഫ് ആൽഫ റൈസ് 4 പ്ലസ് ബീറ്റ റൈസ് 4 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 961 അല്ലേ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് 31. ഓക്കെ, 31 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, കുറച്ച് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ കേട്ടോ.